ഭാഗം 4 പുതിയ ഭൂമിയുടെ സൃഷ്ടിയും ശ്രീരാമനുമായുള്ള കണ്ടുമുട്ടലും യജ്ഞവും ഭൂമിദാനവും 21 തവണ ക്ഷത്രിയ രാജാക്കന്മാരെ നിഗ്രഹിച്ച് പ്രതികാരം പൂർത്തിയാക്കിയ ശേഷം പരശുരാമൻ മാനസാന്തരം വന്നു. താൻ ചെയ്ത ഭീകരമായ പാപങ്ങൾ കഴുകിക്കളയാനും ഭൂമിയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുമായി അദ്ദേഹം ഒരു മഹായജ്ഞം നടത്തി. ഈ യജ്ഞം പൂർത്തിയായപ്പോൾ തന്റെ കൈയിലുള്ള ഭൂമി മുഴുവൻ ഋഷിമാർക്കും ബ്രാഹ്മണർക്കും ദാനം ചെയ്യാൻ അദ്ദേഹം തീരുമാനിച്ചു. താൻ വെട്ടിപ്പിടിച്ച ഭൂമി മുഴുവൻ കശ്യപമഹർഷിക്ക് ദാനം ചെയ്തു. ദാനം സ്വീകരിച്ച കശ്യപമഹർഷി ഇനിമുതൽ ഈ ദാനം ചെയ്ത ഭൂമിയിൽ തങ്ങരുതെന്ന് പരശുരാമനോട് ആവശ്യപ്പെട്ടു. തനിക്കിനി ശാന്തമായി തപസ് ചെയ്യാൻ ഒരിടം വേണമെന്ന് പരശുരാമൻ ആഗ്രഹിച്ചു. കേരളത്തിന്റെ പിറവി ദാനം ചെയ്ത ഭൂമിയിൽ തങ്ങാൻ പാടില്ലാത്തതിനാൽ പരശുരാമൻ ഭാർഗവക്ഷേത്രമായ ഗോകർണത്തിന് സമീപമെത്തി. അവിടെ നിന്ന് അദ്ദേഹം തന്റെ പരശു മഴുവെടുത്തു സമുദ്രത്തിലേക്ക് എറിഞ്ഞു. പരശു ചെന്ന് വീണ സ്ഥലത്തോളം സമുദ്രം വഴിമാറിക്കൊടുത്തു. അങ്ങനെ സമുദ്രത്തിൽ നിന്ന് ഉയർന്നുവന്ന ആ പുതിയ ഭൂപ്രദേശം അറിയപ്പെട്ടത് പരശുരാമക്ഷേത്രം, അല്ലെങ്കിൽ ഇന്നത്തെ കേരളം എന്ന പേരിലാണ് ഐതിഹ്യപ്രകാരം. ഈ ഭൂമിയിൽ അദ്ദേഹം തപസ്സിനായി ആശ്രമം സ്ഥാപിച്ചു. പരശുരാമൻ സമാധാനത്തിന്റെ പാതയിലേക്ക് തിരിഞ്ഞു. തന്റെ അമിതമായ കോപത്തെ നിയന്ത്രിക്കാൻ ശ്രമിച്ചു.